ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ നമ്മുടെ സമയം 6:30 നമ്മളിത് എവിടെ അതെ വരാൻ നിൽക്കുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇവിടെ തന്നെ അടുത്ത് നടക്കുവാണ്. അപ്പം വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പം നമ്മൾ നടന്ന് റോഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ നിങ്ങൾക്ക് വൈകി ആ ഒരു ഇത് കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് സീനറി. ഇതാ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ പൊളിയത് കണ്ടോ, മേഘം. പക്ഷേ ഈ ക്യാമറ കൂടെ എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ്. എന്താണ് അയാൾ എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട്. ഇവിടെ വാഹന മഹാമംഗം, വോൾക്സ് വാഗൻ്റെ വണ്ടി. ഇവിടെ ബെൻസിൻ്റെ ഏതോ ഒരു CS ഇത് കണ്ട, ടൊയോട്ട മറ്റെന്താണ് അതിൻ്റെ പേര്, പ്രാഡോ ആണോ ലാൻഡ് ക്രൂസർ ആണെന്ന് അറിയത്തില്ല. നിസാൻ്റെ ഒരു വണ്ടി. ഇവിടെ ലെക്സസ്, എല്ലാ ടൈപ്പ് സാധനങ്ങളും നിരന്ന് കിടക്കുന്നു. ഒരേ ഫ്രെയിം SUV എല്ലാം നേരെ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ കണ്ട. ഇത് ടൊയോട്ടയുടെ ഒരു SUV, ഇത് നിസാൻ്റെ ഒരു SUV, ഇവിടെ ലെക്സസിൻ്റെ ഒരു SUV പല വൺ ഫ്രെയിം എന്ന് പറയാൻ പറ്റിയ സെറ്റ്. വാ നമ്മളപ്പോൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുക. ഈ ലെക്സസ് എപ്പോഴും ഇവിടെ കിടക്കുന്നതാണ്. ആ ടൊയോട്ടയും എനിക്ക് തോന്നുന്നത് ലാൻഡ് ക്രൂസറാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കണ്ട സീനറിയാണ് പുള്ളി ഇവിടുത്തെ. നമ്മളപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. കാര്യം നമ്മൾ ഒരുവിധ ഏരിയ എല്ലാം കവർ ചെയ്ത് അവിടെയൊക്കെ അപ്പുറത്തോട്ട്. ഇത് നമ്മുടെ ഈ റോഡാണ്. അവിടെ ഇങ്ങനെ ചുമ്മാ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഡെഡില്ല. പിന്നെ ഇതെന്തൊരു വണ്ടി, ഇത് ഷെവർലെറ്റിനായിട്ട് സാധനം അല്ല വണ്ടി. അവിടെ ഈന്തപ്പഴ തോട്ടം കണ്ട എനിക്ക് ഈന്തപ്പഴത്തോട്ടം. ഈന്തപ്പന പൂത്ത് വളഞ്ഞ് കളിയാടി നിൽക്കുന്നു ഗൈസ്. ഇവിടെയും കുറേ ഫ്ലാറ്റുകളുണ്ട്. ഇങ്ങനെ വെറുതെ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. മീൻസ് ഇവിടെ ഇവിടെ ഒരു ഫ്ലാറ്റ് പോലത്തെ ഇതുണ്ട് കണ്ട, ഫോർ റെൻറ്റ്. മറ്റ് വണ്ടിയൊക്കെ പാർക്കും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇപ്പുറത്തെ വഴിയാണ്. വെറുതെ ഞാൻ ഇങ്ങോട്ട് കാണുന്നേ ഉള്ളൂ. എങ്ങോട്ട് നടക്കണമെന്ന് വെച്ച് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് വെറുതെ നടക്കാണ്. സോ അവിടെ ഒരു മിനി കൂപ്പർ കിടക്കുന്നുണ്ടോ, ദൂരെ ഇങ്ങോ ഒരു മിനി കൂപ്പർ. ഇവിടെ നിന്ന് എങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെയൊക്കെ ഡെഡ് തന്നെയാണ്. എല്ലാം ഡെഡ് തന്നെ കേസുണ്ട്. അവിടെ കൊണ്ട് ഡെഡ് ഉണ്ട്, അവിടെ പാർക്കിങ്ങാണ്. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടാകില്ല ഇവിടെയൊക്കെ. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല, നമ്മൾ അവിടെ വരെ വന്നിട്ട് തിരിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഡെഡ് എൻ്റെ. എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ, തമിഴ്നാട്ടിലുള്ള പോലെ എല്ലായിടത്തും ആര്യവെപ്പ് കൂടുതലാണ് ഇവിടെ. അതാ ആര്യവെപ്പ് എല്ലായിടത്തും ഉണ്ട്. തമിഴ്നാട്ടിൽ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളൂ ആര്യവെപ്പ് ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ ഉണ്ട് ആര്യവെപ്പ് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്. മറ്റേ വണ്ടി ഞാൻ ഇതിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ ഈ വണ്ടി മറ്റേ ഞാൻ അന്ന് കാണിച്ചേ ടൊയോറ്റൻ്റെ എൻ്റെ പേരെന്താ, എന്തൊരു ക്രൂസറല്ലേ, LG ക്രൂസർ. ഈ സാധനത്തിൻ്റെ പേരെന്താണ്, MG ക്രൂസറാ. പിന്നെന്തോ അല്ലേ വണ്ടിയുടെ പേര്. നമുക്ക് പോയി നോക്കാം. കണ്ട നമ്മളെ ഡെസേർട്ടിനകത്ത് കില്ലാടി വണ്ടി. ഇതിൻ്റെ പേരെന്താ, FJ ക്രൂസർ. അത് തന്നെ FJ ക്രൂസർ. ഞാൻ അന്ന് അതിൻ്റെ പേര് ഞാൻ കണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അല്ലാണ്ട് എനിക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഐ മീൻ ഈ വീഡിയോയിലൊക്കെ കണ്ടുള്ളൂ. ഇതിൻ്റെ ഒറിജിനൽ പേരെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മൾ നടന്ന് ഇവിടെ എത്തി. നമുക്ക് വേറെ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയൊന്നുമില്ല, വെറുതെ നടന്നുകൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. നേരം വീട്ടിൽ തുടങ്ങി നമ്മൾ നടന്ന് അവിടെ നിന്ന് നടന്ന് ഇവിടെ എത്തി. ഇങ്ങോട്ടുള്ള വഴി അപ്പോഴാണ് ഒരു സാധനം കണ്ടത്. ആളുടെ ഒരു മസ്താങ് പോകുന്നു.
ഒരു മസ്താങ് അങ്ങോട്ട് പോകണം, ഒരു GT ഇവിടെ കിടക്കണം. ഇതെന്താ നമ്മുടെ ഫോർഡ് മസ്താങ് GT. നമ്മൾ റെഡ് മീൻസ് അവിടെ കണ്ട റെഡാണെങ്കിൽ ഇവിടെ നല്ല മഞ്ഞ കിടിലൻ സാധനം. എന്താ ലുക്ക് ഇതുണ്ടാ, മഫ്ലറൊക്കെ വെച്ച് ഒരു ബീസ്റ്റ് ലുക്ക് സാധനം. ഇതാണ് ഇവിടുത്തെ കുഴപ്പം. എപ്പോൾ ഒരു മസ്താങ് പോയി. പിന്നെ നമ്മളവിടുത്തെ പാർക്കിങ്ങിൽ ഒരു മസ്താങ് കിടപ്പുണ്ടായിരുന്നു ഈ ഏത്ത്. അത് പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ എങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചിങ്ങനെ നോക്കിയപ്പോഴാണ് ഈ സാധനം കണ്ടത്. കണ്ടാ മോനെ ജാതി ലുക്കാൻ നോക്ക്. ബീസ്റ്റ് ആ മസ്താങ് അങ്ങോട്ട് പോയി. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. മഞ്ഞ മീൻസ് മഞ്ഞല്ലോ, അതൊരു മഞ്ഞ ഓറഞ്ചല്ലേ ഇത്, മഞ്ഞയല്ലോ ഓറഞ്ച്. അതന്നെ ഓറഞ്ച് മഞ്ഞയല്ല ഗൈസ്, ഓറഞ്ച്. ഇതൊരുമാതിരി ലുക്ക് കേട്ടോ ഈ സാധനം. ഇനി ഇതും മലയാളികളുടെ ആണോന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ അന്നൊരു വണ്ടി നിങ്ങളെ കാണിച്ചു തന്നു, എന്തായിരുന്നു അതും മസ്താങ് ആയിരുന്നു തോന്നുന്നു. ഒരു മസ്താങ് ബ്ലാക്ക് കാണിച്ചു തന്നില്ല, അതൊരു മലയാളിയുടെ. അത് ഉള്ള ഇൻസ്റ്റ ഐ ഡിയൊക്കെ ഞാൻ അന്ന് കണ്ടായിരുന്നു. ആ ഇൻസ്റ്റ ഐ ഡി ഇവിടെ ഇട്ടിട്ടുണ്ട്, ഞാൻ സെർച്ച് ചെയ്തു. അന്ന് ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കി. ആൾ കേരളത്തിൽ കൊണ്ടുവന്നതിൻ്റെയൊക്കെ വീഡിയോ അതിനകത്തിട്ടുണ്ട്. സാമി 08 GT എന്നും പറഞ്ഞ്. എൻ്റെ മോനെ പുള്ളി മലയാളിയായിരുന്നു. അതുപോലെ ഇതും മലയാളിയാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളപ്പോൾ ടാഗൊന്നും ചെയ്തില്ല, ഞാൻ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ. അടുത്തൊരു ഐറ്റം ഗൈസ്. അങ്ങനെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ടൊരു വഴിയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താണെന്ന് അറിയാൻ മേല. പക്ഷേ ഇവിടെ എന്തോ ഒരു വഴി കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയതാണ്. എങ്ങോട്ട് പോകുമെന്നറിയാൻ മേല, ഇങ്ങനെ വായി നോക്കി നിൽക്കുക റോഡിൽ. ഫോക്കസ് ആകും ഇതെന്തരുത് ഫോക്കസ്. ഓക്കെ, അപ്പോൾ എങ്ങോട്ട് പോകുമെന്നറിയാൻ മേല, ഇങ്ങോട്ടും അന്തങ്ങോട്ട് നിൽക്കുകയാണ്. ഇവിടെ റോഡ് കണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. എന്താണ് ഒരാൾ എന്താണ് പറ്റിയെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. വേണ്ട വഴികൾ, നിറഞ്ഞ വഴികൾ. അങ്ങോട്ടൊരു പുളിഞ്ഞ വഴി, ഇങ്ങോട്ടൊരു വഴി, ഇങ്ങോട്ട് വേറൊരു വഴി. അവിടെ റോഡും കാണുന്നുണ്ട്, അത് ഏത് വഴിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പള്ളീൻ്റെ പുറകിൽ കൂടെ ഒരു റോഡ് കിടപ്പുണ്ട്, അങ്ങോട്ടാണുള്ള വഴിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നാൽ ഈ കൈയൊക്കെ തെറിച്ചു പോകും. ക്യാമറ വഴി ഫോൺ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എഴുത്തി. അപ്പോൾ ഇതുപോലൊരു വലിച്ചതാണ് ഫോണെടുത്ത് എറിഞ്ഞത്. എൻ്റെ ഫ്രണ്ടിൽ ഗ്ലാസ് മൊത്തം പോയി. ഇതുണ്ടാ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് മഴക്കാറാന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ നിന്ന് മഴ ഞാൻ കണ്ടിട്ടില്ല, ചൂട് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പം തന്നെ ചെയ്തായി വിയർത്ത്. ഓ മൈ ഗോഡ്, ഇത് ഏതോ ഫ്ലാറ്റിൻ്റെ പൗഡറാണെന്ന് തോന്നുന്നു. അയ്യോ ഇങ്ങോട്ട് വരണ്ട, തിരിച്ചു പോവാം. അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്ന കേസ്. ഞാൻ അതോടെ തിരിച്ചു പോകുന്നു. അതെന്തോ ഒരു ഫ്ലാറ്റാണ്. അയ്യോ നമ്മളപ്പോൾ തിരിച്ചു പോകണം. അവരുടെ പുള്ളിക്കാരൻ ഞാൻ വന്ന് ക്യാമറ കൊണ്ട് എന്നെ കണ്ടപ്പോൾ നോക്കണം അറാതി. ഞാൻ അതുകൊണ്ട് ആ വന്ന വഴിയെ തിരിച്ചു പോയത്. അത് ഈ ഫ്ലാറ്റായിരുന്നു. എനിക്കൊന്നും ഞാൻ ഈ വഴി വന്നിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് നോക്കാനങ്ങാണ്ട് ഞങ്ങളൊന്ന് വന്നത്. ആ വഴി ഇവിടെ മലയാളികളുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ട, ഞാനിതും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഞാൻ വലിയ കില്ലാടിയൊന്നും. വേണ്ട വേണ്ട, അവിടെ എന്തോ ഒരു വഴി. എനിക്ക് തോന്നുന്നു ഇത് അപ്പുറത്തെ മറ്റേ വഴിയിലേക്ക് ചെന്ന് ചാടണ വഴിയാന്ന് തോന്നുന്നു. ഒരാളുടെ സ്വഭാവം മാറി തുടങ്ങിയിട്ടുണ്ട്. എന്താണ് പ്രശ്നം? എന്താണ് പറഞ്ഞു? ഞാൻ പറ്റി ഒരു രഹസ്യം പറയട്ടെ. ഇപ്പം ചിരിയില്ല. നേരത്തെ ഇതുപോലെ രഹസ്യം പറയണ അവർക്ക് ചിരി തന്നെ ആദ്യം ചിരിക്കുമായിരുന്നു നമ്മളെ നോക്കി. അയ്യോ ഞാൻ തിരിച്ചു പോകണോ അത് നടക്കണമെന്ന് ആലോചിക്കുക, എന്നാ ചെയ്യുവാന്ന്. ഗൈസ് നമ്മളെ നടന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ നേരത്തെ നടന്ന വഴി ഇത് കണ്ടോ? ഇതെന്തത് ലെപ്പർ ഹഞ്ചു കോച്ച്മെൻ, മറ്റേ ക്യാരവാൻ ടൈപ്പ് സാധനമല്ലേ? ക്യാരവാൻ്റെ മറ്റേ നമ്മുടെ അത് തന്നെ, ക്യാരവാൻ്റെ വേറൊരു വർഷം. ഇത് ക്യാരവാൻ തന്നെ ഇല്ലേ എന്നാണ് തോന്നുന്നത്. സാധനം അത് തന്നെ കണ്ട, അത് കണ്ട് ഞാൻ അത് കണ്ടിരുന്ന. നമ്മൾ നടന്ന് വന്നപ്പോഴാണ് ഈ ഒരു സാധനം കണ്ട്. ഫോർഡ് എവറസ്റ്റ് എന്നായി കണ്ട പേര്. ഞാൻ ഫസ്റ്റ് ടൈം ഈ വണ്ടി കാണുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു സാധനം? ഫോർഡ് എവറസ്റ്റ്.
വീണ്ടും നമ്മൾ മറ്റേ വഴി വന്നേ ആ മറ്റേ ക്യാമ്പ് മീൻസ് ആ സ്ഥലം നമ്മൾ നടന്ന് അവിടുന്ന് ഇവിടെ എത്തി. ഇതേ വഴി നമ്മൾ അന്ന് പോയതാ. വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു ഇല്ലേ കൂടെ. ഇരുട്ടായി തുടങ്ങിക്കണ്ട. ഇപ്പം ലൈറ്റിൻ്റെ ഒരു വെട്ടം കാണണോടാ എനിക്ക്. വേണ്ട വെട്ടടിക്കുമ്പോൾ ഈ സാധനം വരാത്തതാണ്, പക്ഷെ ഇടക്കിടയ്ക്ക് വരുന്നുണ്ട്. ഈ ഒരു ചെതറിക്കൽ കണ്ട, ചെതറിക്കൽ. നമ്മൾ നടന്നൊരു വിജന വഴിയിലെത്തി കണ്ടത്. ഇത് 48-36 കാണാൻ പറ്റണ്ട. അതാണ്ട് അവിടെ സൂമാവ് 48-36. അപ്പം നമ്മൾ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഹൈവേ ആണ്. മീൻസ് കണ്ട മറ്റേ ഫ്ലൈ ഓവർ, നമ്മൾ ടേൺ ചെയ്യുന്ന ഫ്ലൈ ഓവർ. ഈ റോഡ് നേരെ പോയാലും ഫ്ലൈ ഓവറിൻ്റെ എത്തും. നമ്മൾ സാധാരണ ഈ വഴിയാണ് വരുന്നത്. ഈ വഴി പോയാൽ അതിന് മുമ്പ് എത്തും. നമ്മൾ വീണ്ടും അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പോകാൻ വഴികളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. നമ്മളന്ന് നൈറ്റ് പോലെ നടക്കാനിറങ്ങിയപ്പോൾ ഈ വഴിയാണ് പോയത്. സോറി, നടക്കാനിറങ്ങിയപ്പം നാക്ക് വഴിയുണ്ടോ എൻ്റെ? എനിക്കറിഞ്ഞൂടാ കേട്ടോ, എൻ്റെ നാക്ക് വഴിയുണ്ടെന്ന് തോന്നുന്നു. ഒരാൾ ഫോൺ തട്ടുന്നത് ഞാനാണ് വിയർത്ത് വരിച്ചിരിക്കുക. കാണാൻ പറ്റിണ്ടായിരിക്കും, ഞാനത് കാണിക്കാത്ത. ഞാനിങ്ങനെ പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ് കേസ്. കാണിച്ചു തരാം എനിക്ക്. എന്താ എന്നെ കാണാൻ പറ്റണ്ട? പഴുത്ത് ചീഞ്ഞിരിക്കുന്നു ഞാൻ, നല്ല പോലെ വിയർത്ത്. ഒരാൾക്ക് മതിയായി, കുറച്ചൊക്കെ മതിയായി. എന്നാലും പിന്നെ ആവേശം കയറുന്നുണ്ട്. നമ്മളങ്ങനെ നടന്ന് ഇങ്ങനെ ഓരോരോ വഴികൾ കണ്ടുപിടിക്കുന്നു. ഇതൊക്കെ എവിടെ ചെന്ന് കയറുക എന്നുള്ളതാണ് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ ഇടവഴികൾ തേടിയുള്ള യാത്രയുടെ സീരീസ് മിക്കവാറും തീരാറായി എന്ന് വിചാരിക്കും, പക്ഷെ തീരില്ല ഗൈസ്. ഞാൻ ഏതെങ്കിലുമൊക്കെ കാട്ടുവഴി കണ്ടുപിടിക്കാൻ പോകും. നമ്മളിവിടുന്ന് പോകണ വരെ ഇനി എത്ര കാലം ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉള്ളത്രയും കാലം നമ്മുടെ ഇടവഴികൾ തേടിയുള്ള യാത്ര എന്ന സീരീസ് ഉണ്ടായിരിക്കും. പോയ വഴി തന്നെയായാലും ഞാൻ പിന്നെയും പോകും, അതിനും എനിക്കൊരു കുഴപ്പമില്ല. അറിയത് വിളിക്കാരി നോക്കണേ. വീഡിയോ ക്യാമറ ഓണാക്കിയപ്പോഴത്തേക്ക് ആൾക്കാർ നോക്കും. പ്രത്യേകിച്ച് ഒരുത്തം വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് പോകണ കണ്ടു കഴിഞ്ഞാൽ നോക്കും പ്രത്യേകിച്ച്. സോ ഇടവഴികൾ തേടിയുള്ള യാത്ര എന്ന സീരീസ് രാത്രി സഞ്ചാരമൊന്നും കൂടെ ആക്കേണ്ടി വരുമെന്നുണ്ട്. കാരണം മിക്കപ്പോഴും നമ്മൾ ഇറങ്ങുന്നത് 6:30-ക്കാണ്, തീരുന്നത് രാത്രി സമയത്താണ്. അതുകൊണ്ട് രാത്രി സഞ്ചാരം എന്ന് വേണം പറയാൻ. ഓക്കെ, ഫൈനലി നടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുത്തിനെ നിലത്തിറക്കി നിർത്തിയിരിക്കുക. അത് ചൂടുണ്ടെന്ന് ഓർത്താൽ നിലത്തിറക്കാൻ ഞാൻ, പക്ഷെ ചൂട് കുഴപ്പമില്ല, തറയിൽ ചൂടില്ല. കുറച്ച് നേരം നിലത്ത് നടക്കട്ടെന്ന് വിചാരിച്ച്. കണ്ട നിലത്തിണക്കിന് നമ്മളത് നേരത്തെ ചെന്ന സ്ഥലം കണ്ട നീലമേഘം. എനിക്ക് ഈ രാത്രിയിലത്തെ ഷോട്ട് നമ്മൾ കുറച്ച് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുമാതിരി വെട്ടി വളർത്തിയൊക്കെ ഇരിക്കും. പക്ഷേ ഈ ഒരു ആകാശം കണ്ട എനിക്ക് എത്രത്തോളം ക്ലിയർ ആകേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. ഈ ക്യാമറ ഇപ്പോൾ സാംസങ് എടുത്തുകൊണ്ടാണ്. വേറെ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ ആണെങ്കിൽ കാണുമ്പോൾ നിങ്ങൾക്ക് രസമുണ്ടാകും. നൈറ്റ് നമുക്ക് ഇങ്ങനത്തെ ഷോട്ടൊക്കെ ഓക്കെയാണ് സാംസങ്ങിൽ. പക്ഷേ നമ്മൾ വീഡിയോ ഇച്ചിരി എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുമാതിരി വെട്ടമൊക്കെ അടിച്ച് ഓവർ വെട്ടമായിരിക്കും. ആരത് ഞാനത് തന്നെയാണ്. അയാളെൻ്റെ നിക്കറ വന്ന് വലിക്കുന്നത്, നിക്കറ അരിച്ച് കളിക്കുക. എന്താ ഇവിടെ ആര്യവെപ്പുണ്ട്, നൈസ് ആര്യവെപ്പ്. ഇതൊക്കെ ആര്യവെപ്പ്, അതേ നിൽക്കുന്നൊരു ആര്യവെപ്പ്. ഞാൻ പറയാം, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവ് തോന്നും. മീൻസ് രാത്രിത്തെ ഷോട്ടൊക്കെ ഓക്കെയാണ് കണ്ട, ഇതൊക്കെ ഓക്കെ എന്ന് പറഞ്ഞാലും. പക്ഷെ സാംസങ് വെച്ച് പഴയ മോഡലായതുകൊണ്ട് ക്ലാരിറ്റി കുറവ് തോന്നും. പക്ഷെ എന്നാലും ഇവൻ പുലി കേട്ടോ, എനിക്ക് അയ്യോ ഒരാൾ നടന്നേ പോണ്, ഞാൻ കണ്ടതുപോലും ഇല്ല. ഓട്ടം അങ്ങ് നിൽക്കണ വഴിക്ക് എന്താ പോണത്, എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. പോവാടാ, ഇത് കണ്ട് അടപ്പ് കണ്ട് അതിനാണ് പോണത്. ഞാനേ പുറകിലുണ്ടെന്ന് വിചാരിച്ചായിരുന്നത്. നടന്നിടത്ത് പോവും അവള്. ഒരു പ്ലെയിൻ അവിടെ കൂടെ പോകുന്നു, ഒരു പ്ലെയിൻ ഇല്ല അവിടെ കൂടെ പോകുന്നു. കാണാൻ പറ്റണ്ട? ഇല്ല, അവിടെ ഒരു വെട്ടം കണ്ട, അവിടെ ഒരു പ്ലെയിൻ പോകുന്നു, അവിടെ ഒരു പ്ലെയിൻ പോകുന്നു. പക്ഷേ നമ്മൾ നേരത്തെ ഓറഞ്ചിൽ നിന്ന് കണ്ട വണ്ടിയാണ് ഈ കിടക്കണം. ഇപ്പോൾ ഇരുട്ടായപ്പോഴത്തേക്ക് മഞ്ഞ കളറായി കണ്ട. ഇപ്പോൾ ഒരു മഞ്ഞ ലുക്കുണ്ട്. ഞാൻ മഞ്ഞെന്ന് പറഞ്ഞതിൽ വ്യത്യാസമൊന്നുമില്ല കണ്ട. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു മഞ്ഞ കളർ പോലെ ഇല്ലേ ദൂരെ നോക്കും, പക്ഷെ അത് ഓറഞ്ച് കളർ വണ്ടിയാണ്. ലൈറ്റ് അടിച്ചപ്പോഴത്തേക്കും മഞ്ഞയായി. നമ്മൾ തിരിച്ച് നടന്ന് ഇവിടം വരെ എത്തി. നമ്മുടെ റൂട്ട് 5020 ആണ്. പക്ഷെ നമ്മൾ വീണ്ടും തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് പ്രശ്നം ഗുരുതരമായി തുടങ്ങി, എന്തൊക്കെയോ പല്ല് വെച്ച് ഫായൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്. അമ്മച്ചി ചൂടാണ് കേസ് ഇവിടെ പ്രശ്നം. ചൂട് നമ്മൾ
നടക്കുമ്പം ചെറിയ കാറ്റുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിലെ കൂടെ ഇങ്ങനെ നടക്കൽ റിസ്ക്കാണ്. നമ്മൾ വിയർക്കും, ശരീരം മീൻസ് ഒന്നാമത് വിയർക്കും. പിന്നെ നമുക്ക് എന്താ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ് നടക്കുന്ന കാരണം വായിൽ വെള്ളം പറ്റും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വെള്ളം പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ മൾട്ടി ടാസ്കിങ് ആണ്. അത് കാരണം തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ ഫുള്ള് വെള്ളം കുടിച്ച് കീർക്കും. ആ രീതിക്കാണ് ഞാൻ നടക്കണത്. റിസ്ക്കാണ് ഈ വെയിലത്ത് ഇങ്ങനെ നടക്കാൻ. പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ട പറ്റും. പിന്നെ നമുക്കൊരുമാതിരി ഈ കൈക്കും കാലിനൊക്കെ ഒരുമാതിരി തളച്ച വന്ന പോലെ. അത് വേറെ ഒന്നും കൊണ്ടല്ല, വെയിലിൻ്റെ. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ സ്ഥലത്ത് കണ്ട ഒരാൾ ഇപ്പോഴാവുന്ന ചിരിക്കണം. ഇത്ര നേരം ചിരിക്കില്ലായിരുന്നു. ഞാൻ ഫ്രണ്ട് ക്യാമറ ഓണാക്കിയപ്പോൾ എൻ്റെ മുഖത്തോട്ട് നോക്കി. ഞാൻ എപ്പോഴും ഫ്രണ്ട് ക്യാമറ ഓണാക്കുമ്പോഴത്തേക്ക് ഓരോ എൻ്റെ മുഖത്തോട്ട് നോക്കും. എനിക്കത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാലൊക്കെ ഒരുമാതിരി കുഴഞ്ഞു പോകുന്നു ഈ വെള്ളം കുടിക്കാത്തതുകൊണ്ട്. ഞാൻ അതുകൊണ്ട് അധികം ദൂരം നടക്കാനും പറ്റാത്ത. നമ്മൾ അധികം ദൂരം വെള്ളം കുടിക്കാതൊക്കെ ഇവിടെ കൂടെ ഇപ്പോൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ തലയും കുത്തി വീഴും. ഉറപ്പാണ്, വഴിയിൽ അലച്ചന്തലി വീഴും. അതുകൊണ്ട് അധികം നമുക്കൊരു ലിമിറ്റ് വെച്ച് നടക്കണം. അതുകൊണ്ട് നമുക്ക് സീരീസ് കൂടുതലായിരിക്കും. നമ്മുടെ ഇടവഴികൾ തേടിയുള്ള യാത്ര കുറേ കാണും. മിക്കപ്പോഴും പോയ റോഡിൽ കൂടെയൊക്കെ തന്നെയാണ് പോകുന്നത്. പുതിയ റോഡൊന്നും ഞാൻ മിക്കപ്പോഴും കാണിക്കാറില്ല. ഇപ്പോൾ ഒന്നേക്ക് കുറച്ച് വീഡിയോയിൽ വീടുള്ളൂ. കാര്യം അത് കാണിക്കാൻ പറ്റുമോ നടക്കുന്ന കാരണം. ഒന്നാമത് വർത്താനം പറഞ്ഞാണ് നടക്കുന്നത്, പിന്നെ ഈ ചൂടത്താണ് നടക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഒരു ജിമ്നി കിടപ്പുണ്ട്, പെട്ടിപ്പോയ സോപ്പ് പെട്ടി പോലത്തെ ഒരു ജിമ്നി അതുകൊണ്ട് ഇത് ഇച്ചിരി മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണുണ്ടായിരുന്നു ഈ ജിമ്നി. എന്താണ് 2 സീറ്ററാണെന്ന് തോന്നുന്നു ജിമ്നി. സോപ്പ് പെട്ടി പോലെ ഇരിക്കുന്ന വണ്ടി. അപ്പോൾ നമ്മൾ വീട് നടന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. നടപ്പ് നല്ലതാണ് ആരോഗ്യത്തിന്. പക്ഷേ ഈ കൊടും ചൂടത്ത് അല്ലെങ്കിൽ ഈ സമയത്ത് നടന്നു കഴിഞ്ഞാൽ നമ്മൾ തലകറങ്ങി വീഴും. നമ്മുടെ നാട്ടിൽ നിന്ന് ചൂട് കൂടുതലാണ്. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കൂടുതലാണ് പൊതുവെ. അതേ മിനി കൂപ്പർ. മിനി എന്ന് പറയുന്ന സാധനം, മിനി കൂപ്പർ ഇത് ഞാൻ അന്ന് കണ്ടതാണ് ഈ മിനി കൂപ്പർ. പക്ഷെ അത് ഇവിടെ അല്ലായിരുന്നു, വേറെ എവിടെ കിടക്കുന്നുണ്ട്. ഇത് അന്നല്ലല്ലോ, നമ്മൾ ഇച്ചിരി അപ്പുറം ചെന്നപ്പോൾ അവിടെ ഒരു മിനി കൂപ്പർ ആയിരുന്നില്ല, അത് റെഡല്ലായിരുന്നു. നമ്മളപ്പം വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ക്വിസ്. വീണ്ടും ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തി പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വായിൽ വെള്ളമൊക്കെ പറ്റി. ഞാൻ മറ്റേ ഒരുമാതിരി കിതക്കണ സൗണ്ട് നിങ്ങൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ നിർത്തി വർത്താനം പറയുന്നത്. അപ്പോൾ അടുത്ത കട്ട്സീനി കാരണം ബൈ ഗൈസ്. അപ്പോൾ നമ്മളുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. കാര്യം നമ്മൾ നടന്ന് നമ്മുടെ വീടിൻ്റെ അവിടെ എത്തി. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ചീഞ്ഞളഞ്ഞിരിക്കുന്ന എന്നെ ഒരു കുഴപ്പവും ഇല്ലാണ്ട് തോളത്തള്ളി പിടിച്ചിരിക്കുന്ന പൊടിക്കുപ്പിനെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി, അല്ലെങ്കിൽ ഇന്നത്തെ ഇടവഴികൾ തേടിയുള്ള കറക്കം, അല്ലെങ്കിൽ ഇന്നത്തെ നടത്തം കറക്കം, നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ അടുത്തൊരു ഇടവഴികൾ തേടിയുള്ള സീരീസ്, അല്ലെങ്കിൽ അടുത്ത ഇടവഴി തേടിയുള്ള എപ്പിസോഡുമായിട്ട് വരുന്നവർക്കും ഇറ്റ്സ് മീ ഡാർക്കുസാറ്റ് സൈനിങ് ഓഫ് ബൈ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ നടക്കുന്നു, അതിൻ്റെ വീഡിയോ എടുക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കതുപോലെ കാറ് കാണുന്നു, ഞാൻ വീഡിയോ ഇടുന്നു. സോ ഈ സാധനം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, ബൈ.